എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്തിരിക്കുന്നത് എഗ് 65 ആണ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അത് വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 6 ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട്. അത് ഇനി കട്ട് ചെയ്തിട്ട് നമുക്കിതിന് യോക്ക് വേണ്ട. അതിൻ്റെ യോക്ക് നമുക്ക് മാറ്റാം. ജസ്റ്റ് വൈറ്റ് മാത്രം മതി. യോക്കൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിനി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, ചില്ലി പൗഡർ, അത് സ്പൈസിക്ക് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മതി, നമുക്ക് ബോളായിട്ട് എടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യുന്നു. ബ്രെഡിൻ്റെ ക്രംസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടെ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതാണ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറി ലീഫ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 സ്പൂൺ ചില്ലി സോസ്. ഇപ്പം ചില്ലി സോസ് തന്നെ വേണമെന്നില്ല, ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ബോൾ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കണം. അങ്ങനെ നമ്മുടെ എഗ്ഗ് 65 ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയല്ലേ ഇത് പ്രിപ്പയർ ചെയ്തെടുത്തത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്